ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് കൊല്ലം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി നീരജ് ലാൽ. കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ സജ്ജമാക്കിയ വിവിധ സൗകര്യങ്ങൾ മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഗൈനക് ബ്ലോക്ക്, ലക്ഷ്യ ലേബർ റൂം, HDS പേ വാർഡ്, HDS പേയിങ് ഫാർമസി, ജെറിയാട്രിക് OP, വയോജന ക്ലിനിക്ക്, ഡിജിറ്റൽ ഫ്ലൂറോസ്കോപ്പി, ഫുള്ളി ഓട്ടോമേറ്റഡ് ക്ലിനിക്കൽ കെമിസ്ട്രി അനലൈസർ, ഭൗതിക അക്കാഡമിക് പാർക്ക് ആൻഡ് പബ്ലിക് ലൈബ്രറി, സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ, ചിറക് ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ, ഇൻഡോർ ക്രിക്കറ്റ്, ആസ്ട്രോടർഫ് തുടങ്ങി 4 കോടിയിലധികം രൂപയുടെ പദ്ധതികളാണ് നാടിന് സമർപ്പിച്ചത്. വനിതകൾക്ക് സ്വയം തൊഴിലും വരുമാനവും ഉറപ്പാക്കാൻ പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് ഗോകുലം ഡയറി പദ്ധതിക്ക് രൂപം നൽകി. വനിതകൾക്ക് ശാസ്ത്രീയ കാലിത്തൊഴുത്തും കറവ പശുവും നൽകുന്ന പദ്ധതിയാണ് ഗോകുലം ഡയറി. പശു വളർത്തലിലേക്ക് എത്തുന്ന വനിതകളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുക, ശാസ്ത്രീയ കാലിത്തൊഴുത്ത് നിർമ്മാണം സാധ്യമാക്കുക, പശു വളർത്തൽ ആകർഷകമായ തൊഴിലാക്കി മാറ്റുക തുടങ്ങിയവയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ക്ഷീരമേഖലയും തൊഴിലുറപ്പ് പദ്ധതിയുമായുള്ള സംയോജനത്തിലൂടെയാണ് പദ്ധതി സാധ്യമാകുക. ആദ്യഘട്ടമായി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ സാമ്പത്തികമായി താഴെത്തട്ടിലുള്ളവരും പശു വളർത്തലിൽ താൽപ്പര്യമുള്ളവരുമായ വനിതകളെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ കണ്ടെത്തും. വീടുകളിൽ ശാസ്ത്രീയമായ കാലിത്തൊഴുത്ത് നിർമ്മിക്കുന്നതിന് അവർക്ക് ബാങ്ക് വഴി ലോൺ ലഭ്യമാക്കും. തൊഴുത്ത് പൂർത്തിയാകുമ്പോൾ പൂർണ്ണ വളർച്ചയെത്തിയ കറവ പശുവിനെയും സബ്സിഡിയോടെ നൽകും. ജില്ലാ വികസന സമിതി യോഗം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്നു. സമ്പൂർണ്ണ അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം നിശ്ചിത സമയത്ത് നടത്തുമെന്ന് അധ്യക്ഷനായ ജില്ലാ കളക്ടർ അറിയിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മുഖേന നടപ്പാക്കുന്ന പദ്ധതിക്കായി നിരാക്ഷേപപത്രം, സമ്മതപത്രം തുടങ്ങിയവ ബന്ധപ്പെട്ട വകുപ്പുകൾ അടിയന്തര പ്രാധാന്യത്തോടെ കുറ്റമറ്റ നിലയിൽ അനുവദിക്കണമെന്ന് നിർദ്ദേശിച്ചു. ദേശീയപാത 66ലേക്ക് നിർമ്മാണ സാമഗ്രികളുമായി എത്തുന്ന ടോറസ് ലോറികളുടെ അമിത വേഗവും ഭാരവും നിയന്ത്രിക്കുന്നതിന് RTO, പോലീസ് സംയുക്ത പരിശോധന വേണമെന്ന് ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടു. വിപണന മേളകളിലെ തിരക്കും കലാപരിപാടികളുമൊക്കെയായി ഓണക്കാഴ്ചകൾ ഗ്രാമനഗര ഭേദമന്യേ ദൃശ്യമാണ്. വിദ്യാലയങ്ങൾ അടച്ചതോടെ കുട്ടികൾ ഓണക്കളികളിൽ വ്യാപൃതരായി. കുട്ടികളുടെ പുലികളി സംഘങ്ങളെ ഇടയ്ക്കിടയ്ക്ക് കാണാനാകും. ഓണാവേശവുമായി ഓരോ വീട്ടുമുറ്റത്തും എത്തുകയാണ് കുട്ടികളുടെ പുലികളി സംഘം. മേലാകെ ചായം പൂശി മുഖം മൂടി ധരിച്ച് മേളത്തിനൊത്ത് ചുവടുവെച്ച് പുലിക്കുട്ടികൾ കാഴ്ചക്കാരിൽ കൗതുകവും ഓണത്തിന്റെ ഓളവും നിറയ്ക്കുന്നു. മീശയും കുടവയറുമില്ലാത്ത കുട്ടിപ്പുലികൾ പുലികളിയുടെ ചുവടുകൾ ഒപ്പിക്കും. അതിലപ്പുറം കാഴ്ചക്കാരെ ആകാംക്ഷയിലാക്കുന്ന ചില നമ്പറുകളും പുലിക്കുട്ടികളുടെ കയ്യിലുണ്ട്. വീട്ടുകാർ നിലത്ത് വയ്ക്കുന്ന കറൻസി നോട്ട് അഭ്യാസത്തിലൂടെ കടിച്ചെടുത്ത് പുലിപ്പണമായി സ്വന്തമാക്കും. എത്തുന്ന വീടുകളിലെ സഹപാഠികളായ കുട്ടികളുമായി സൗഹൃദം പങ്കിടുന്നതും മുറ്റത്തെ ഊഞ്ഞാലാടുന്നതുമൊക്കെ കുട്ടിപ്പുലികളുടെ പ്രത്യേകതയാണ്. ഓണക്കാലത്ത് ഒഴിച്ചുകൂടാനാകാത്ത പുലികളി പുതുതലമുറയും സ്വായത്തമാക്കി സമൂഹത്തെ ആനന്ദിപ്പിക്കുകയാണ്. ഒപ്പം കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഓണം ആഘോഷിക്കാനുള്ള തുക പുലിപ്പണമായി സ്വരൂപിക്കുകയും ചെയ്യുന്നു. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് ഓണക്കിറ്റുകൾ നൽകുന്നതിന് കരുതലോണം നല്ലോണം എന്ന പേരിൽ നാഷണൽ സർവീസ് സ്കീം പ്രവർത്തനം നടത്തി. ജില്ലയിലെ കിഴക്കൻ മലയോര ഗ്രാമത്തിലെ ബോണക്കാട് ട്രൈബൽ സെറ്റിൽമെന്റിൽ അരിയും പലവ്യഞ്ജനങ്ങളും ഉൾപ്പെട്ട കിറ്റുകൾ വിതരണം ചെയ്തു. 780 രൂപയോളം വില വരുന്ന സാധനങ്ങളടങ്ങിയ കിറ്റുകൾ 180ഓളം കുടുംബങ്ങൾക്ക് ഓണസമ്മാനമായി നൽകി. വയോജനങ്ങളുടെ ജീവിത സായാഹ്നം ആനന്ദകരമാക്കാൻ ലക്ഷ്യമിട്ട് മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് സുന്ദര സായാഹ്നം അറ്റ് മുഖത്തല എന്ന പേരിൽ പദ്ധതി നടപ്പാക്കി. വൃദ്ധജനങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ സജീവമാക്കുക, കൂട്ടായ്മ സൃഷ്ടിച്ചുള്ള മാനസിക ഉല്ലാസം, സർഗാത്മക വാസനകളുടെ പ്രോത്സാഹനം, ഹാപ്പിനെസ് പ്രോഗ്രാമുകൾ, മെഡിക്കൽ ക്യാമ്പുകൾ, ഉല്ലാസയാത്ര, യോഗ പരിശീലനം, ബോധവത്കരണ ക്യാമ്പുകൾ, കൈത്തൊഴിലുകളുടെ പരിശീലനം തുടങ്ങിയവയാണ് നടപ്പാക്കി വരുന്നത്. പഞ്ചായത്തിലെ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീകളും പുരുഷന്മാരുമാണ് ഗുണഭോക്താക്കൾ. 5 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി മാറ്റിവെച്ചിരിക്കുന്നത്. എല്ലാ ഡിവിഷനുകളിലും വയോജന കൂട്ടായ്മകൾ രൂപീകരിച്ചിട്ടുണ്ട്. ഒരു ഡിവിഷനിൽ 25 അംഗങ്ങൾ മുതൽ 45 അംഗങ്ങൾ വരെയുണ്ട്. ജില്ലാ വൃത്താന്തം സമാപിച്ചു.